ശ്രീപത്മനാഭ നാരായണ. വിഷ്ണു സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സദൈകരൂപരൂപായ വിഷ്ണവേ സർവജിഷ്ണവേ. വ്യാസാചാര്യരെ കുറിച്ചും എന്താണ് ആ വ്യാപ്തി എന്നുള്ളതിനെ കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ അവികാരായ ശുദ്ധായ, അവികാരായ, വികാരങ്ങൾ എന്നാൽ നമുക്കറിയാവുന്നത് ഇമോഷൻസ് എന്നുള്ള രീതിയിലാണ്, അത് നമ്മളുടേതാണ്. എന്നാൽ ആ വികാരങ്ങൾക്കും അപ്പുറം, അല്ലെങ്കിൽ അപ്പുറം എന്നാൽ ആഴത്തിലാണ് ഉദ്ദേശിച്ചത്, മറികടന്നത് എന്നല്ല. ഇവിടെ അൺചേഞ്ചബിൾ എന്നാണ്, ഇമ്മ്യൂട്ടബിൾ, ഒരു തരത്തിലും കളങ്കമില്ലാത്തതിനാൽ അൺചേഞ്ചബിൾ ആണ്, മാറത്തില്ല. കാരണം എന്താണ് മാറാത്തത്? ശുദ്ധായ. എന്തുകൊണ്ട് ശുദ്ധി വന്നു? അവികാരായ, വികാരങ്ങൾക്ക് അതീതമായത് എന്നുള്ള ഒരർത്ഥം. ഒരു തരത്തിലും മാറ്റമില്ലാതെ തൻ്റെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ അവികാരായ. ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഉറച്ചിരിക്കുന്നത്. അതിനാൽ ശുദ്ധായ നിത്യായ പരമാത്മനെ. എന്തുകൊണ്ടാണ്? ധർമ്മത്തിൽ ഉറച്ചതിനാൽ ശുദ്ധവുമായി നിത്യവുമായി സനാതനവുമായി മാറിക്കഴിഞ്ഞു. കാരണം ധർമ്മത്തിലാണ്, വികാരങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയല്ല. അതിനാൽ നിത്യായ പരമാത്മനെ. ആത്മനെ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി, അത് ഒരിക്കലും ശാരീരികമല്ല. പരമമായ സത്യത്തിലേക്ക്, പരമമായ ആത്മതത്വത്തിലേക്ക് എത്തിച്ചേരുന്നവനെ, അല്ലെങ്കിൽ എത്തിച്ചേരുന്ന അവസ്ഥയെ. എന്നാൽ ഭൂമിയിലുള്ള നമ്മളിലേക്ക് ഇതെങ്ങനെയാണ് എത്തുന്നത്? സദൈകരൂപരൂപായ വിഷ്ണവേ സർവജിഷ്ണവേ. സദൈകരൂപരൂപായ, സത്തിന്റെ രൂപത്തിൽ ഏകരൂപമായ, സദൈക, ഏകത്വമുള്ള രൂപം, സകല സത്തുക്കളെയും ചേർത്ത്, സകല ജ്യൂസ്, ചാറുണ്ടല്ലോ, ആ വേദസാരങ്ങൾ, ആ തത്വങ്ങൾ, എല്ലാത്തിൻ്റെയും പൊരുളിനെ ഏകീകരിച്ച രൂപം. രൂപം എന്ന് പറയുമ്പോൾ ഫിസിക്കലായി, അത് നമുക്കാണ്. നേരത്തെ ആത്മനെ, അത് നമ്മളിലേക്ക് എത്രത്തോളം ഉൾക്കൊള്ളാനാവും എന്നറിയില്ല. എന്നാൽ ഇവിടെ രൂപം വന്നു കഴിഞ്ഞു. ആ രൂപം എന്താണ്? ആരാണ്? വിഷ്ണവേ സർവജിഷ്ണവേ. ഭഗവാൻ നാരായണ വിഷ്ണവേ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന വിഷ്ണവേ, സർവജിഷ്ണവേ, എങ്ങും എല്ലാ കാലത്തും ജയിക്കുന്നവനെ. ജയമെന്നാൽ ഇവിടെ വിജയിക്കുക എന്നുള്ള അർത്ഥത്തിലും എടുക്കാം. ഇവിടെ എന്തുകൊണ്ടാണ് ആ വിജയം പ്രാപ്തീകരിച്ചത്? സത്തുക്കളെയെല്ലാം ഏകീകരിച്ച് ഒരുമിച്ച് വന്നതിനാൽ. സത്തുക്കൾ എങ്ങനെയാണ് ഏകീകരിച്ചത് ഇവിടെ? കാരണം വിഷ്ണു ആയതിനാൽ, എല്ലായിടത്തും നാരായണനായതിനാൽ ആ സത്തുക്കളെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ല. കാരണം സത്ത് ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ സത്തിനെ ഏകീകരിച്ച് കൊണ്ടുവരുന്നതിനാൽ വ്യാസൻ, ആ സത്ത് എല്ലാം ഒന്നായതിനാൽ വിഷ്ണവേ. ഇത് രണ്ടും നമ്മളിപ്പോൾ ജപത്തിലൂടെ എത്തിക്കുന്നതിനാൽ, പാരായണം ഭക്തിയിലൂടെ നടക്കുന്നതിനാൽ സർവജിഷ്ണവേ. അപ്പോൾ ജയിക്കുന്നത് ഇവിടെ ആരാണ്? നമ്മൾ തന്നെയാണ്. ഈ ജപം നമ്മൾ ജപിക്കുമ്പോൾ ആ ജയം എന്നുള്ളത് ജപത്തിലൂടെ സാധിക്കുന്നു. അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പോലും, ഈ അർത്ഥങ്ങളൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ജിഷ്ണവേ എന്നാണ്, ജയിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം ഭക്തിയിൽ തോൽവി ഇല്ല. അതാണ് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആത്മനെയും പറഞ്ഞത്, വിഷ്ണവേ നമുക്ക് ഭൂമിയിലേക്കും പറഞ്ഞത്. അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സദൈകരൂപരൂപായ വിഷ്ണവേ സർവജിഷ്ണവേ. ശ്രീപത്മനാഭ നാരായണ. പത്മ.